നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുവൈത്തിൽ സാമൂഹിക ഒത്തുചേരലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. കോവിഡ് കേസുകൾ ക്രമാതീതമായി ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജനുവരി 9 മുതൽ ഫെബ്രുവരി 28 വരെയാണ് നിയന്ത്രണം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. രാജ്യത്തേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാർക്കും 72 മണിക്കൂറിനിടെ എടുത്ത കോവിഡ് PCR പരിശോധനയുടെ നെഗറ്റീവ് ഫലം ഉണ്ടായിരിക്കണം. ഈ തീരുമാനവും ക്യാബിനറ്റ് യോഗത്തിൽ കൈക്കൊണ്ടു. രാജ്യത്ത് ദിനംപ്രതി സാഹചര്യം മോശമാകുന്ന രീതിയിലേക്ക് എത്തുകയാണെന്നും അധികൃതർ അറിയിച്ചു. ആ സാഹചര്യത്തിലാണ് കുവൈറ്റ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഒരു ദിവസം മാത്രം 1482 പേർക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകൾ 4,20,796 കഴിഞ്ഞ ദിവസം 201 പേർ രോഗമുക്തരായി. രോഗികളുടെ എണ്ണം കൂടുമ്പോഴും മരണനിരക്ക് കാര്യമായി ഉയരാത്തത് ആശ്വാസകരമാണ്. ഇന്നലെ പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും. പ്രതിരോധ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പ് എത്രയും വേഗത്തിൽ സ്വീകരിക്കാനും സൗദി ക്യാബിനറ്റ് പൊതുജനങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. രാജ്യത്തെ നിലവിലെ സ്ഥിതിഗതികളും ആരോഗ്യ സാഹചര്യങ്ങളും ക്യാബിനറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ കോവിഡ് സ്ഥിതിഗതികൾ, നിലവിലെ മുൻകരുതൽ നടപടികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗം വിലയിരുത്തി. രോഗവ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ വൻതോതിൽ കോവിഡ് വ്യാപനം ഉണ്ടായേക്കാമെന്ന് സൗദി അറേബ്യ ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജാലജിൽ പറഞ്ഞു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരെ രോഗം ബാധിച്ചാലും ഗുരുതരമാകില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണ്. ബൂസ്റ്റർ ഡോസുകൾ എടുത്തവർ പൂർണ്ണമായും പ്രതിരോധശേഷി നേടിയിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ എല്ലാവരും വാക്സിനുകൾ പൂർത്തിയാക്കണം. വാക്സിൻ ക്ഷാമം രാജ്യത്തില്ല. രാജ്യത്ത് ഒമിക്രോൺ വകഭേദമാണ് പുതിയ വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദു അലി വ്യക്തമാക്കി. അതേസമയം കോവിഡ് വീണ്ടും വ്യാപിച്ചെങ്കിലും ലോക്ഡൌൺ ഇനി ഉണ്ടാകില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ പുതുതായി 3000-ന് മുകളിൽ കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബുധനാഴ്ച 3045 പേരിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. 424 പേർ രോഗമുക്തി നേടി. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ രോഗബാധിതരുടെ എണ്ണം 5,65,482 ആയി. ഇവരിൽ 5,43,553 പേരും രോഗമുക്തി നേടിയിട്ടുണ്ട്. ആകെ മരണം 8,886 ആയി. നിലവിൽ 109 പേർ ഗുരുതരാവസ്ഥയിലാണ്. സൗദിയിൽ കോവിഡ് രോഗമുക്തിക്കുള്ള കാലയളവിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ സ്വീകരിച്ചവർക്ക് രോഗം ബാധിച്ചാൽ 7 ദിവസം കഴിഞ്ഞ് രോഗമുക്തി നേടിയതായും വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് രോഗം ബാധിച്ചാൽ 10 ദിവസം കഴിഞ്ഞും രോഗമുക്തി നേടിയതായി കണക്കാക്കാം. രോഗമുക്തി നേടിയതിനു ശേഷം ഇവർ പിന്നീട് പരിശോധന നടത്തേണ്ടതില്ല. നേരത്തെ കോവിഡ് ബാധിച്ചവർക്ക് 14 ദിവസം കഴിഞ്ഞായിരുന്നു രോഗമുക്തി നേടിയതായി കണക്കാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.